നമസ്കാരം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും ജനങ്ങളുമായി സംവദിക്കുന്നതിനുമായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള യാത്ര നടത്തിയത്. ആ യാത്ര അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ രാജിവെച്ചു. ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും. പകരം സംഘത്തിലെത്തുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറുമാണ്. പുതിയ മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വിവാദങ്ങൾക്കിടെ സർക്കാർ മുഖം മിനുക്കുമ്പോൾ എന്നാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ, കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി, കോൺഗ്രസ് എം നേതാവ് കേരള കോൺഗ്രസ് എം നേതാവ് ശ്രീ H ഹാഫിസ് എന്നിവരാണ്. ആദ്യം ശ്രീ ഹാഫിസ്, നവകേരള യാത്രയിൽ മുഖ്യമന്ത്രി അടക്കം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ജനങ്ങളുമായി ആശയവിനിമയം നടത്തുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. ആ യാത്രയിൽ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായി. എന്തായാലും ആ യാത്ര അവസാനിച്ചു. പക്ഷേ സർക്കാർ പറയുന്നത് പ്രകാരമെങ്കിൽ ജനങ്ങളിൽ നിന്ന്, പൗരപ്രമുഖരിൽ നിന്ന്, സാധാരണക്കാരായ ആളുകളിൽ നിന്നൊക്കെ ലഭിച്ച ഇൻഫർമേഷനുകൾ, ഇൻപുട്ടുകൾ എന്നത് വളരെ പ്രധാനമാണല്ലോ. ആ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് മന്ത്രിമാരാണ്. അതുകൊണ്ടാണ് ആ മന്ത്രിമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തിയത്. എന്നാൽ മന്ത്രിമാർ മാറുക എന്നത് പുതുമയുള്ള ഒന്നല്ല. അത് നേരത്തെ തന്നെ ഇടതുമുന്നണിയുടെ ധാരണയാണ്. ആ ധാരണ പ്രകാരം മാറുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയൊരു അവസരത്തിൽ മന്ത്രിമാരെ ഉൾപ്പെടെ, പഴയ മന്ത്രിമാരെ അടക്കം നവകേരള യാത്രയിൽ ഉപയോഗിക്കുകയും അതിന് തൊട്ടു പിന്നാലെ പുതിയ മന്ത്രിമാർക്ക് ഇടം നൽകുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ തള്ളിക്കളയാൻ സാധിക്കുമോ? എൻ്റെ അഭിലാഷേ, ഇതൊക്കെ ഒരു വിവാദമാണോ? ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണോ? സത്യത്തിൽ ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ആശയ ദാരിദ്ര്യം അല്ലെങ്കിൽ വാർത്താ ദാരിദ്ര്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്തരമൊരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. എന്തുകൊണ്ട്? അതിലേക്കല്ലേ വരുന്നത്. ഈ സർക്കാർ അധികാരത്തിലെത്തുന്ന സമയത്തുണ്ടാക്കിയ ധാരണ പ്രകാരം എല്ലാ ഘടകകക്ഷികൾക്കും പ്രാതിനിധ്യം നൽകി. ശരി. അങ്ങനെ ഒരു അംഗം മാത്രമുള്ള പാർട്ടിയുടെ ഒരു പ്രതിനിധിയെപ്പോലും ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താമെന്ന ഇടതുപക്ഷ ജനാധിപത്യയുടെ ധാരണ പ്രകാരം 2.5 വർഷമാകുമ്പോൾ രാജിവെക്കേണ്ടതാണ്. 2.5 വർഷം കഴിഞ്ഞ നവംബറിൽ പൂർത്തീകരിച്ചു. ആ സമയത്ത് കേരളത്തിൻ്റെ ജനഹൃദയങ്ങളിൽ കൂടി സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന നവകേരള യാത്ര, നവകേരള സദസ് നടന്നു വരികയാണ്. അപ്പോഴുണ്ടാക്കിയ ധാരണ എന്ന് പറയുന്നത് ജനുവരിക്ക് മുമ്പായിട്ട് ക്യാബിനറ്റ് പുനഃസംഘടിപ്പിക്കും, നവകേരള സദസ്സ് കഴിഞ്ഞ ഉടനെ. പക്ഷേ നവകേരള സദസ്സ് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. സഖാവ് കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും പിറവും അടക്കമുള്ള മണ്ഡലങ്ങളിലെ, കുന്നത്തുനാടും അടക്കമുള്ള മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് പെൻഡിങ് നിൽക്കുക. ആ സമയത്ത് ആ ഇടവേളയിൽ നമ്മൾ മുൻ ധാരണ പ്രകാരമുള്ള 2 മന്ത്രിമാർ മാറി പുതിയ 2 മന്ത്രിമാർ വരുന്നു. പുതിയ നവകേരള സദസ്സിന് വേണ്ടിയുള്ള യാത്ര പുനരാരംഭിക്കുമ്പോൾ ഈ എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിൽ സഖാവ് പിണറായി വിജയനോടൊപ്പം ഈ പുതിയ 2 മന്ത്രിമാരുണ്ടാകും. അതിനകത്ത് ചർച്ചയുടെ കാര്യമൊന്നുമില്ല. ഇത് മുൻ ധാരണ പ്രകാരം മാത്രം. അതെ, ഈ ധാരണ എന്നതിൽ ആർക്കും ഒരു എതിരഭിപ്രായവുമില്ല. അത് ഇടതുമുന്നണിയിലാണെങ്കിലും വലതുമുന്നണിയിലാണെങ്കിലും ഒക്കെ ഒരേ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെ വീതം വെച്ചിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അതിൽ ഒരു പുതുമയുമില്ല. പക്ഷേ ഇവിടെ ഈ മന്ത്രി അല്ലെങ്കിൽ നവകേരള യാത്രയിൽ അടക്കം മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഈ യാത്രയുടെ ഉദ്ദേശവും ലക്ഷ്യവും എന്താ എന്നുള്ളതാണ്. ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, അത് പ്രയോജനപ്പെടുത്തുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യം, പിന്നെ എന്തിന് ഇപ്പോൾ ഈ മന്ത്രിമാരെ മാറ്റുന്നു? അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഈ 2 മന്ത്രിമാർ ആ സംഘത്തിൽ യാത്ര ചെയ്തത് എന്നുള്ളതാണല്ലോ. അതൊരു ന്യായമായ ചോദ്യമല്ലേ? അങ്ങനത്തെ ന്യായമായ ചോദ്യം കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കും ഇടതുവിരുദ്ധർക്കും ഇടയിലല്ലാതെ മറ്റെവിടെയും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, നിങ്ങളും കരുതരുത്. കാരണം സർക്കാർ നവകേരള യാത്ര നടത്തി, ക്യാബിനറ്റ് ഒന്നടങ്കം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അത് ബൂത്ത് തലത്തിനപ്പുറത്തേക്ക് വീട്ടുമുറ്റ കൂട്ടായ്മയിലേക്ക് ചെന്നു. അവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടതുപക്ഷാനുകൂലികൾ മാത്രമല്ല ഒത്തുയർന്നു. ആ വീട്ടുമുറ്റ കൂട്ടായ്മയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ, ബൂത്ത് തലങ്ങളിൽ കൂടിയ നിർദ്ദേശങ്ങൾ, വാർഡ് തലങ്ങളിൽ കൂടിയ നിർദ്ദേശങ്ങൾ, പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പൽ തലത്തിൽ കൂടിയ നിർദ്ദേശങ്ങൾ, നിയോജക മണ്ഡലം തലത്തിൽ, ജില്ലാ തലത്തിൽ, ഒടുവിൽ ക്യാബിനറ്റിന് മുമ്പാകെ സമർപ്പിച്ചു. അങ്ങനെ കാര്യങ്ങൾ പരിഗണിച്ച് മുന്നോട്ട് വരുന്നതിനിടയിൽ ആ ക്യാബിനറ്റ്, കാരണം ഇത് കൂട്ടുത്തരവാദിത്തമുള്ളൊരു ഗവൺമെൻറ്റാണ്, കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയാണ്, ഇതുപോലെ ഇത്ര സുഗമമായി നിങ്ങൾക്ക് ചർച്ച നടത്തേണ്ട അവസരമുണ്ടായിരുന്നു. ഏതാണ് ഈ പറഞ്ഞ 2 മന്ത്രിമാർ രാജിവെക്കുന്നില്ല, ഞങ്ങൾ തുടരും എന്ന് പറയുകയും പിണറായി വിജയനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ശക്തമായൊരു നിലപാടെടുത്ത് അവരെ പുറത്താക്കിയിട്ട് പുതിയ 2 മന്ത്രിമാരെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ചർച്ചയുണ്ട്. ഇത്
കീഴ്വഴക്കത്തോടുകൂടി മാന്യവും അന്തസ്സുമായി കാലാവധി കഴിഞ്ഞ് ആ സമയത്ത് സമയബന്ധിതമായി രാജിവെച്ച് ഒഴിയുന്ന മാതൃകാപരമായ ഒരു നീക്കം ഇത് ഐക്യജനാധിപത്യ മുന്നണിക്ക് പറ്റുമോ? UDF പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നിസ്സാരൻ DCC പ്രസിഡന്റുമാരുടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഏതാണ്ട് അതേപോലെ തന്നെയാണല്ലോ ഈ വീതം വെപ്പ് എന്നത്. സാഹചര്യമാണ്. അതായത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ ഇടതു മുന്നണിക്കും എന്നതാണല്ലോ അതിൽ വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അഭിലാഷിനെ പോലെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി അല്ലെങ്കിൽ മാധ്യമരംഗത്ത് സീനിയർ പട്ടികയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി ഈ കാര്യത്തിൽ കൂടുതൽ അറിവ് ഒരു മന്ത്രിസഭയുടെ ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തമാണ് എന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുക, ആ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അതിൽ തന്നെ സമയബന്ധിതമായി കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണല്ലോ പ്രധാനം. അതിപ്പോൾ കേന്ദ്ര സർക്കാരിനെ പരിശോധിച്ചാൽ ചില പ്രോഗ്രസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ നമുക്കറിയാം, അവിടെ ഒരു ഘടകമുന്നണിയിൽ നിന്നും മന്ത്രിമാരെ ഉൾപ്പെടുത്തിയില്ല എങ്കിൽ പോലും ഒന്നും സംഭവിക്കാനില്ല, അത്രയും വലിയ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ അപ്പോൾ പോലും ചില പ്രോഗ്രസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു, ചില മന്ത്രിമാരുടെ പ്രകടനം മോശമാണ് എന്ന് കാണുന്നു, അവരെ പിൻവലിക്കുന്നു, പകരം മറ്റൊരു മന്ത്രിക്ക് സ്ഥാനം കൊടുക്കുന്നു. ഇതിപ്പോൾ അതൊന്നുമല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു മുന്നണി മര്യാദയുടെ ഭാഗം എന്നതിനപ്പുറത്ത് ജനങ്ങൾക്ക് കാര്യക്ഷമമായി എന്തെങ്കിലും നേട്ടമുണ്ടാകാൻ ഗതാഗത വകുപ്പ് ആന്റണി രാജു കൈകാര്യം ചെയ്തു, അവിടെ ഒരല്പം മോശമാണ് പ്രകടനം എന്നൊന്നുമല്ല. അല്ല, ഞാൻ ഉദാഹരണമായി സൂചിപ്പിച്ചതാണ്. അപ്പം നിങ്ങൾ പറയുന്ന മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താങ്കളെ പറഞ്ഞ് ഞാൻ തിരുത്താൻ ശ്രമിച്ചെടുത്തുനിന്നാണ് താങ്കൾ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു നിങ്ങൾ മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ പട്ടികയിലേക്ക് കടന്നു വരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനകത്ത് കയറി ഇടപെട്ടു. കൃത്യമായി അഭിലാഷെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിലും UDF ആണെങ്കിലും ചില മിനിമം പരിപാടികളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള മുന്നണികളാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ്, ജനതാദള്, NCP തുടങ്ങിയ ജനാധിപത്യ കക്ഷികൾ ഇടത് രാഷ്ട്രീയ സ്വഭാവമുള്ള CPM CPയും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യോജിച്ചു വരുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാകുന്നത്. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാനും ഏകോപിപ്പിക്കാനും നമുക്ക് കഴിയണം. നമുക്ക് ഒരു നിയമസഭയുടെ 15% അധികരിക്കാൻ പാടില്ലാത്ത ഒരു മന്ത്രിസഭയെ പാടുള്ളൂ, ക്യാബിനറ്റ്. പക്ഷേ AK ആന്റണിയുടെ കാലത്ത് KM മുരളീധരൻ ഉൾപ്പെടുത്തിയപ്പോൾ എല്ലാ 22ാമത്തെ മന്ത്രിയായിരുന്നു. നമ്മൾ 21 മന്ത്രിമാരുണ്ടായിരുന്നു. അഡീഷണലായി ഒരു മന്ത്രിയെ കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് പേരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് അവിടുത്തെ അന്നത്തെ ബൽറാം, ഇപ്പോഴത്തെ ബൽറാം അല്ല, അന്നത്തെ ബൽറാമിനെ രാജിവെപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആ ഒരു മന്ത്രി തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തോക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല. ഇത് രാഷ്ട്രീയ തർക്കത്തിന്റെ പേരിലല്ല, അല്ല ശരിയെന്നല്ല, രാഷ്ട്രീയ തർക്കത്തിന്റെ പേരിലല്ല, അതല്ല എങ്കിൽ അധികാര തർക്കത്തിന്റെ പേരിലല്ല. എല്ലാ പാർട്ടികൾക്കും മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് തുല്യമായ രീതിയിൽ, അത് അധികാരത്തിന്റെ വീതം വെപ്പല്ല, കൃത്യമായ രാഷ്ട്രീയ അംഗീകാരമാണ്. അതിനെ നിങ്ങൾ വിവാദമാക്കരുത്. ഈ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് പ്രേക്ഷകരുടെ മാപ്പ് പറയാം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അതായത് ഇടതുമുന്നണിയിൽ ഇപ്പോൾ ഒരുപാട് പാർട്ടികളൊന്നുമില്ല എന്നത് ഒരു പക്ഷേ ഗുണകരമായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ വർഷം തോറും ഓരോ മന്ത്രിമാർ എന്ന നിലയിലേക്കൊക്കെ പാറ്റേൺ മാറും. എന്തായാലും കോൺഗ്രസിനേക്കാൾ മെച്ചമാണല്ലോ ആ സാഹചര്യം എന്നുള്ളതാണ്. പരസ്പരം വഴക്കടിച്ച് ഏതെങ്കിലുമൊക്കെ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരിപ്പുറപ്പിക്കുക, അതല്ലെങ്കിൽ ഇറങ്ങിപ്പോകില്ല എന്ന് ശാഠ്യം പിടിക്കുക. അതിനൊരു ഉദാഹരണം തന്നെ K മുരളീധരനെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ ഹാഫിസ്. ഇതിപ്പോൾ മുൻധാരണയാണ്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായ ഒന്നല്ല. സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ തന്നെയുള്ള ധാരണയാണ് 2.5 വർഷം എന്നുള്ളത്. അത് പൂർത്തിയാകുന്നു, പകരം മന്ത്രിമാർ എത്തുന്നു. അവിടെ വിമർശനങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് ഇടതുഭാഗത്തിന്റെ അഭിപ്രായം. അല്ല അഭിലാഷേ, ഇടത് ഗവൺമെന്റ് 1ഉം 2ഉം അധികാരത്തിൽ വരുമ്പോൾ അന്ന് ഇവർ പറഞ്ഞിരുന്നത് തങ്ങളുടെ മുന്നണിയിലുള്ള എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം, എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം ഉണ്ടാകും എന്നാണ്. ആ ധാരണ എല്ലാം പാലിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ്, ഞാനത് ആ MLA പേര് പറയുന്നില്ല, ജാതീയമായി കുറച്ച് താഴെ ആയതുകൊണ്ട് ചില പാർട്ടികൾക്ക് മാത്രം ഇവർ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ലല്ലോ? അത് ചർച്ച ചെയ്യണ്ടേ? ഒന്നത്. 2, അദ്ദേഹം പറഞ്ഞു UDFലാണ് അടി. അല്ല, അങ്ങനെ ജാതീയമായ ചിന്ത അങ്ങനെയുണ്ടെന്നാണോ? താങ്കൾ ആരെയാണ്, കോവൂരിനെയാണോ ഉദ്ദേശിച്ചത്? എന്നാ സംശയം? കോവൂർ കുഞ്ഞുമോൻ ഈ മുന്നണിയുടെ ഭാഗമല്ലേ? എത്ര കാലമായിട്ടുള്ള MLA ആണ് ശ്രീ കോവൂർ. അല്ല, അങ്ങനെയെങ്കിൽ ചിലപ്പോ ഈ KP മോഹനെ പോലെയൊക്കെ ഉള്ളവരോ? അല്ലല്ല, കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിക്ക് എന്തുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ല? അങ്ങനെ ചിന്തിക്കണം. അപ്പൊ എല്ലാവർക്കും മന്ത്രിസ്ഥാനം, ഒരു MLA ഉള്ളെങ്കിൽ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ആന്റണി രാജു അടക്കം മന്ത്രിയായത്. അല്ലെങ്കിൽ ആന്റണി രാജു ഒക്കെ എങ്ങനെയാ മന്ത്രിയാവുക?
അപ്പൊ ആന്റണി രാജു അടക്കം മന്ത്രിയായി. അപ്പൊ സ്വാഭാവികമായും കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ തവണയും തഴയപ്പെട്ടു, ഈ തവണയും തഴയപ്പെട്ടു. അപ്പൊ അതിൽ കൃത്യമായ ജാതീയ ചിന്തകൾ ഉണ്ട് എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചാൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആക്ഷേപിച്ചാൽ അതിന് ഉത്തരമുണ്ടോ ഇവർക്ക്? അതായത് കെ മുരളീധരൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഈ 2 ന്യൂനപക്ഷ മന്ത്രിമാരെയാണ് ഈ ക്രിസ്മസ് വേളയിൽ സർക്കാർ പുറത്തിരുത്തുന്നത് എന്നുള്ളതാണ്. അതിനെയാണ് താങ്കൾ കൂട്ടുപിടിക്കുന്നത്? അല്ല, അതിനെ കൂട്ടുപിടിച്ചു എന്നല്ല അഭിലാഷേ, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി. കോവൂർ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഇവരുടെ എല്ലാ കാലത്തും LDF-നൊപ്പം അടിയുറച്ച് നിന്ന, ഒരുപക്ഷെ സ്വതന്ത്രനായി നിന്നാൽ പോലും അവിടെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജനകീയനായ MLA. ആ MLA ഒന്നാം പിണറായി ഗവൺമെന്റിലും മന്ത്രിയായി ഉൾപ്പെടുത്തിയില്ല, ഈ തവണയും ഉൾപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വലിയ കാര്യത്തിൽ ഹാഫിസ് പറഞ്ഞല്ലോ, എന്താണ്, ഞങ്ങൾ മുന്നണി മര്യാദ പാലിക്കുന്നവരാണ്, ഞങ്ങൾ UDF-ലെ പോലെ പടലപ്പിണക്കങ്ങൾ ഉള്ളവരല്ല, ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഗവൺമെന്റ് 1ഉം 2ഉം വന്നപ്പോ ഈ ഗവർണർ പറഞ്ഞത് ഞങ്ങളുടെ LDF-ലുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ഒരു MLA ഉള്ളോ, ആ MLA-ക്ക് മന്ത്രിസ്ഥാനം ഉണ്ടാവും. എന്തുകൊണ്ട് കോവൂർ കുഞ്ഞുമോന് MLA സ്ഥാനമില്ല? 1. 2, ഇനി ഇവർ മുഖം മിനുക്കുകയാണ് എന്നാണല്ലോ പറയുന്നത്. ഏത് മുഖമാണ് മിനുക്കാൻ സാധിക്കുക? ഈ മുഖം മുഴുവൻ നിലത്ത് വീണ് ഉടഞ്ഞ് പൊട്ടിച്ചിതറി കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഗവൺമെന്റിന്റെ ആയില്ലേ. ഇപ്പൊ എടുത്തു വെക്കുന്നത് സ്വതവേ, നമ്മുടെയൊക്കെ നാട്ടിൽ പറയില്ലേ, സ്വതവേ ദുർബല കൂടെ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഈ മന്ത്രിസഭ പുനഃസംഘടനയോടുകൂടി കടന്നു പോകാൻ പോകുന്നത്. ആരെയാണ് ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്? ഒന്ന് KB ഗണേഷ് കുമാർ, കഴിഞ്ഞ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിൽ ദല്ലാൽ പണി നടത്തിയെന്ന് കോടതി കണ്ടെത്തിയ, അന്വേഷണ സംഘം കണ്ടെത്തിയ ആൾ, സ്വമേധയാ കുറ്റമേറ്റ് പറഞ്ഞ ആൾ, ഉമ്മൻചാണ്ടിയുടെ അല്ല. പക്ഷേ അവിടെ ശ്രീ വസന്ത്, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇവിടെ ശ്രീ ആഫീസ് സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്നുള്ളതല്ല, തുടക്കം മുതൽ തന്നെ LDF കൺവീനർ അടക്കം എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ട് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനത്തിന് ഒരു അർഹതക്കുറവുമില്ല എന്നുള്ളത്. ഈ 2 പേരുകൾ, ആ 2 പേരുകളും നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ്, അവർക്ക് ആ പദവി നൽകുന്നു. അല്ല അഭിലാഷ്, വേറൊരു വ്യത്യാസമുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അതായത് നമ്മൾ മുമ്പ് ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ദല്ലാളി പണി ചെയ്തു എന്നുള്ളത് ആരോപണമായിരുന്നു. പക്ഷേ അത് വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 2 മാസം 3 മാസമേ ആവുന്നുള്ളൂ. അതിനുശേഷമാണല്ലോ ഗണേശന്റെ സർക്കാർ വിരുദ്ധ പ്രസ്താവനകൾ ഇല്ലാതായത്. ശ്രദ്ധിച്ചു നോക്കൂ, കഴിഞ്ഞ ഈ ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച രണ്ടാമത്തെ പാർട്ടി അല്ലെ രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കോൺഗ്രസ് എന്ന പ്രതിപക്ഷമാണ്, രണ്ടാമത് KB ഗണേഷ് കുമാറാണ്. KSRTC-യുമായി ബന്ധപ്പെട്ട് അഴിച്ചുവിട്ട വലിയ വിമർശനങ്ങൾക്ക് എന്തെങ്കിലും അതിരുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതെല്ലാം ഇല്ലാതായത് ഈ ദല്ലാൽ പണിക്ക് ഇയാളാണ് നടുക്കുന്നതെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ്. ഇടതുപക്ഷം അതിന് കൂട്ടുനിന്നു എന്നുള്ളതിന്, അതായത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായാണ് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം കിട്ടുന്നത്. അല്ല, കടന്നപ്പള്ളി എല്ലാ കാലങ്ങളിലും, ഞാൻ കടന്നപ്പള്ളിയെ മന്ത്രിയാക്കുന്നതിലൊന്നും എതിർക്കില്ല. കാര്യം കടന്നപ്പള്ളി എല്ലാ കാലങ്ങളിലും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പിന്നീട് LDF-ലെ KK ആന്റണി അടക്കമുള്ളവർ പോകുമ്പോൾ ആ കൂടെ പോയി. അന്ന് തൊട്ട് അദ്ദേഹം LDF-വുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം LDF-വുമായി കാലങ്ങളായി അഭേദമായ ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ലെങ്കിൽ അത് നീതികേടാവും എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ താങ്കൾക്ക് ഗണേഷ് കുമാറിനെയും അതോടൊപ്പം കടന്നപ്പള്ളിയും കടന്നു വരുമ്പോൾ താങ്കളുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ നിലപാടുകളിൽ മാറ്റം വരികയാണ്? ഒരിക്കലുമില്ല ശ്രീ അഭിലാഷ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കടന്നപ്പള്ളി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതൊരു നീതികേടിന്റെ പ്രശ്നം അവിടെ ഉണ്ട്. അദ്ദേഹത്തെ ആക്കിയില്ലെങ്കിൽ ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. പക്ഷെ കടന്നപ്പള്ളിക്ക് മാജിക്കൽ വടികളൊന്നുമില്ലല്ലോ. ഈ സർക്കാർ ഏറ്റവും വലിയ നാശത്തിന്റെ നരകത്തിൽ പോയി എത്തപ്പെട്ടിരിക്കുകയാണ്. സാമ്പത്തിക നില ഭദ്രമല്ലാത്ത രീതിയിൽ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സർക്കാരിനെ ഇനി രക്ഷിക്കാൻ ഒരു മായാവി കടന്നു വരണം. ആ മായാവിയാകാൻ തൽക്കാലം ഗണേഷ് കുമാറിന് പറ്റില്ല. അദ്ദേഹം ദല്ലാൾ പണി മാത്രമേ അയാൾക്ക് പറ്റൂ. കടന്നപ്പള്ളിക്ക് ഒരിക്കലും അത് പറ്റില്ല. കോവൂർ കുഞ്ഞുമോനെ ഇവർ അടുപ്പിക്കുന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ഇപ്പോൾ ഗണേഷ് കുമാർ ആകട്ടെ കടന്നപ്പള്ളി ആകട്ടെ 2 പേരും പരിചയ സമ്പന്നരാണ്. 3ാം തവണയാണ് ഈ മന്ത്രിപദത്തിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ വകുപ്പുകളിൽ വലിയ മാറ്റം ഉണ്ടാകുമോ എന്നത് അറിയേണ്ടതുണ്ട്. പക്ഷേ വലിയ മാറ്റം ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പ് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ തുറമുഖ വകുപ്പൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട് വരും കാലഘട്ടങ്ങളിൽ എന്നത് ഒന്നത്. മറ്റൊന്ന്, തുടർച്ചയായി ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഈ ജോലി ആരംഭിച്ചത് മുതൽ തുടർച്ചയായി ചർച്ച ചെയ്യുന്ന മറ്റൊന്നാണ് KSRTC ഉൾപ്പെടെ. അത് ഗതാഗത വകുപ്പിന് കീഴിലേക്ക് വരുന്നു. ഈ 2 വകുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് 2 പേർ കടന്നു വരുന്നു. ഒപ്പം ഗണേഷ് കുമാർ ഇപ്പോൾ സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് പക്ഷേ ഓഫീസിനെ പോലുള്ളവർ നിഷേധിച്ചേക്കാം. അതെന്തുമാകട്ടെ,
ഗണേഷ് കുമാർ അടക്കം ഈ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനപ്പുറം ഈ വസന്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പരിധിവരെ സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്ന ആളാണ് ഗണേഷ് കുമാർ എന്നതും നമുക്ക് വിസ്മരിക്കാനാവില്ലല്ലോ. അഭിലാഷേ, ഇപ്പൊ ഇതിനകത്ത് സത്യത്തിൽ ഇതൊരു മുഖം മിനുക്കൽ പരിപാടിയാണോ? അല്ല. ആദ്യം തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം അതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ ഹഫീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മന്ത്രിസഭയുടെ രൂപീകരണ കാലത്ത് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. 2.5 വർഷക്കാലം ഇവരെല്ലാം ഏകാംഗ സൈന്യങ്ങളാണ്. അപ്പൊ ഈ ഏകാംഗ പാർട്ടികളിലെ ആളുകൾ ഇപ്പൊ ആന്റണി രാജു 2.5 വർഷം കഴിയുമ്പോൾ പകരം മറ്റൊരാൾ വരും. അതുപോലെ തന്നെ അഹമ്മദ് ദേവർകോവിലിനും 2.5 വർഷ കാലാവധി നിശ്ചയിച്ചാണ് അവരെ മന്ത്രിമാരാക്കിയത്. ഇടതുമുന്നണി ആദ്യം മുതലേ തന്നെ എല്ലാ പാർട്ടികൾക്കും പ്രാതിനിധ്യം കൊടുക്കും. ഒരു MLA ഉള്ളെങ്കിലും ആ MLAക്ക് ഞങ്ങളുടെ മുന്നണിയിൽ മാന്യമായ സ്ഥാനം കിട്ടും, അവർക്കും മന്ത്രിസഭാ അംഗത്വം കിട്ടും എന്നൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പോൾ അത് പ്രകാരമുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ആന്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും പകരം ശ്രീ ഗണേഷ് കുമാറും അതുപോലെ തന്നെ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനും വരുന്നു. അതിനകത്തൊരു മുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ധാരണ പൂർത്തീകരിക്കുന്നു അല്ലെങ്കിൽ ആ ധാരണ നിറവേറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതൊരു മുഖം മിനുക്കൽ അല്ലെങ്കിൽ ഇപ്പൊ ആന്റണി രാജുവിന് പകരം ഗണേഷ് കുമാർ വന്നാൽ ട്രാൻസ്പോർട്ട് വകുപ്പ് അടിമുടി മാറി രക്ഷപ്പെടും. ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ പ്രശ്നം ഗണേഷ് കുമാറിന്റെയോ ആന്റണി രാജുവിന്റെയോ പ്രശ്നമല്ല. KSRTCയെ സംബന്ധിച്ചിടത്തോളം അവിടെ ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കാനും കൃത്യമായ രീതിയിൽ അവരുടെ വരുമാനം ആ കോർപ്പറേഷനില്ല. അവർക്ക് വേണ്ടി വരുന്ന ബാക്കി പണം കൃത്യമായി കൊടുക്കാൻ സർക്കാരിന്റെ ധനസ്ഥിതി അനുവദിക്കുന്നുമില്ല. അതല്ലാതെ ഇപ്പൊ KSRTCയിൽ ഗണേഷ് കുമാർ വന്നിട്ട് ഒരു അത്ഭുതം സാധിക്കുമോ? അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം, ഒരു മന്ത്രി എന്നുള്ള നിലയിലുള്ള ഗണേഷ് കുമാറിന്റെ മുൻകാല ചരിത്രം, ട്രാക്ക് റെക്കോർഡ് മോശമല്ല എന്നുള്ളത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം ഏത് വകുപ്പിലായാലും ശരി കഴിവ് കാണിച്ച മിടുക്കനായ മന്ത്രി, കാര്യങ്ങൾ നന്നായി നടത്തുന്ന, എല്ലാ കാര്യങ്ങളിലും ഉദ്യോഗസ്ഥരുടെ ചൊൽപ്പടിക്ക് മാത്രം കാര്യങ്ങൾ വിട്ടുകൊടുക്കാതെ സ്വന്തമായ ആശയങ്ങളും സ്വന്തമായ ധാരണകളും കാഴ്ചപ്പാടുകളും ചില പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഉള്ള ഒരാളാണ് എന്ന് നേരത്തെ തന്നെ പേര് കേൾപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വസന്ത് പറയുന്നത് പോലൊരു ഉപകാരസ്മരണയുടെ കാര്യമൊന്നും ഇതിലില്ല എന്ന് ഞാൻ പറയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയ്ക്ക് പല കാര്യങ്ങളിലും മുമ്പ് നല്ല മന്ത്രി എന്നുള്ള ഒരു പേര് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ചുഴന്നു നിൽക്കുന്ന പല ആക്ഷേപങ്ങളും ഇപ്പോഴാണെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നത് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു മുഖ്യമന്ത്രിയെ വീഴ്ത്താൻ ഏറ്റവും വിവാദമായ ഒരു വിഷയത്തിലുള്ള ഒരു ദല്ലാളിന്റെ റോള് അല്ലെങ്കിൽ ആ കേസിനെ അട്ടിമറിച്ച് മുഖ്യമന്ത്രിക്കെതിരെ പത്മവ്യൂഹം ചമയ്ക്കാൻ ഏറ്റവും വലിയ സംഭാവന ചെയ്തു എന്ന പേര് ഏതാണ്ട് പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കേസിന്റെ ഗതി എന്താവും, വിധി എന്താവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനവും അദ്ദേഹത്തിന്റെ മറ്റു വല്ല സ്ഥാനങ്ങളും കൂടി കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വിധി വരുമെന്ന് നമുക്ക് അല്പം കൂടി കാത്തിരിക്കാം. ഞാൻ പറഞ്ഞ പോയിന്റ് ഇപ്പൊ ഇതൊരു ധാരണ പുറത്ത് സംഭവിക്കുന്നതാണ്. ഇതിനകത്തൊരു വലിയ വിവാദത്തിന്റെയോ മുഖമിനുക്കലിന്റെ അത്ര എളുപ്പമല്ലല്ലോ മുഖമിനുക്കല്. കാരണം ഈ നവ കേരള സദസ് കൂടി കഴിഞ്ഞതോടുകൂടി ഉള്ള മുഖം കൂടിപ്പോയോ എന്നുള്ളതിലേ സംശയമുള്ളൂ. അല്ലാതെ മുഖം മിനുക്കുന്നു പോലുള്ളവരൊന്നും സമ്മതിക്കില്ല. അവർ സമ്മതിക്കണ്ടല്ലോ. അല്ലെങ്കിലും ഈ ഇടതു സഹയാത്രികരോ അല്ലെങ്കിൽ വലതു സഹയാത്രികരോ ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങളുടെ മുഖം കോടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖം വല്ലാതെ വികൃതാണെന്ന് ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. അവരെപ്പോഴും ഇങ്ങനെ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കും. കടന്നപ്പള്ളി രാമചന്ദ്രനെ കുറിച്ച് വസന്ത് പറഞ്ഞ കാര്യങ്ങൾ ഞാനും അംഗീകരിക്കും. അദ്ദേഹം ഒരു ഉപദ്രവകാരിയായ ഒരു വ്യക്തിയെ അല്ല, ഒരു എന്താ പറയാ നിഷ്കളങ്കരായ മനുഷ്യനാണ്. രാഷ്ട്രീയത്തിലും ഈ ഘട്ടത്തിൽ ഞാനൊന്ന് ഇടപെടുന്നത് എന്തായാലും ശ്രീ കോവൂരിന്റെ കാര്യം വസന്ത് സൂചിപ്പിച്ചു. ഞാൻ ആ നിലയിലൊന്നും കാണുന്നില്ല. കാരണം എങ്കിൽ പോലും ഈ ഹാഫിസിനെ പോലുള്ളവർ പറയുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജാതിമത ചിന്തകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് പറയുമ്പോൾ പോലും ഈ ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹം എവിടെയാണ് ആദ്യം പോയത് എന്ന് നമുക്കെല്ലാം അറിയാം. മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ കെ മുരളീധരൻ ഒരു ഡയലോഗ് ഇട്ടു എന്നത് ശരിയാണ്. പക്ഷേ അങ്ങനെ ന്യൂനപക്ഷ മന്ത്രിമാരെയാണ് പുറത്താക്കിയത് എന്ന് പറയുമ്പോൾ പോലും ഈ ആന്റണി രാജുവിനെ ലത്തീൻ സഭ അങ്ങനെ അവരുടെ ഒരു നോമിനി എന്നൊന്നും അംഗീകരിച്ചിട്ടില്ല. ലത്തീൻ സഭ തുടർച്ചയായി സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. NSSനും അത്ര തൃപ്തിയില്ല എന്ന് നമുക്കറിയാം. അവിടെ ഗണേഷ് കുമാർ എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ നിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ടല്ലോ. നമുക്ക് പാടെ തള്ളിക്കളയാൻ പറ്റുമോ?
അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവരാദ്യം അവകാശപ്പെട്ട എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ വസന്ത് ചോദിച്ചൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഈ കടന്നപ്പള്ളിക്ക് ഇപ്പോ ഒറ്റയാളായിട്ട് നിന്നിട്ട് 2ാം തവണയാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുന്നത്. പക്ഷെ കോവൂർ കുഞ്ഞുമോൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പോരായ്മ എന്താ? അങ്ങേരും അവിടെ ടഫായിട്ട് നേരിട്ട് തുടർച്ചയായിട്ട് ജയിക്കുന്നു. അദ്ദേഹത്തിന് ഒരു തവണയെങ്കിലും ഒരു അവസരം കൊടുക്കാൻ എന്താണ് തടസ്സം? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ജാതിയാണോ, അദ്ദേഹത്തിന്റെ വേറെ എന്തെങ്കിലും പോരായ്മകളാണോ, ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാം. അതുപോലെ തന്നെ മറ്റേ KP മോഹൻ എന്തുകൊണ്ട് ബാക്കി എല്ലാ പാർട്ടികൾക്കും കൊടുക്കുന്നു? ഈ പറയുന്ന ഒറ്റ പാർട്ടികളെ അപേക്ഷിച്ച് കുറെ കൂടി സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും കുറെയെങ്കിലും ശക്തിയുള്ളൊരു പാർട്ടിയാണത്. മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ അഡ്രസ് ഉള്ള ഇപ്പോ ഇതില് ലയിക്കുകയും ചെയ്തു ലാലുവിന്റെ പാർട്ടിയിൽ. അങ്ങനെ ശക്തി നേടിയിട്ടുള്ള ജനതാദളില് എന്തുകൊണ്ടാണ് പ്രാതിനിധ്യം കൊടുക്കാത്തത്? ശ്രേയംസ് കുമാറിന് എന്തെങ്കിലും ഉടക്കുണ്ടോ? അല്ലെങ്കിൽ KP മോഹനെ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടോ? കഴിവിന്റെ കാര്യത്തിൽ KP മോഹനൻ മന്ത്രിയായി പരിചയമുള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വേറെ എന്തൊക്കെയോ മാനദണ്ഡങ്ങളുണ്ട്, വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോ NSSനെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തപ്പെട്ട ആളാണ് ഗണേഷ് കുമാർ. അദ്ദേഹത്തെ മന്ത്രിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും NSSന് കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കുറച്ചൊരു സംപ്രീതി ഉണ്ടാവാനുള്ള, പ്രത്യേകിച്ച് ക്ഷിപ്ര ഗോപിയും ക്ഷിപ്രസാദിയും ഒക്കെ ആണല്ലോ നമ്മള് സുകുമാരൻ നായരെ കുറിച്ച്, ജനറൽ സെക്രട്ടറിയെ കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇത്തരം ഒരു നീക്കത്തിലൂടെ ഇടതുമുന്നണിയുടെ കുറെ കാലങ്ങളായിട്ടുള്ള ആ ഒരു വിപ്രതിപത്തിക്ക് ഒരളവ് വരെയെങ്കിലും പരിഹാരം കാണാനുള്ള സമർത്ഥമായ ഒരു രാഷ്ട്രീയ നീക്കം. ഈ ഇടതുമുന്നണിയുടെ സമീപകാലത്തെ ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. എല്ലാ സമുദായങ്ങളെയും ജാതികളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന വളരെ വിദഗ്ധമായ സോഷ്യൽ എഞ്ചിനീയറിംഗ്. മധ്യ തിരുവിതാംകൂറിന് വേണ്ടതും തെക്കൻ തിരുവിതാംകൂറിന് വേണ്ടതും മധ്യ കേരളത്തിന് വേണ്ടതും എല്ലാം പ്രത്യേക രീതിയിൽ അത് ചേർത്ത് പിടിച്ച്, വേണ്ടപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഇലക്ഷനിൽ വിജയം ഉറപ്പാക്കുന്ന സമർത്ഥമായ തന്ത്രങ്ങൾ മെനയുന്നതാണല്ലോ ഇടതുമുന്നണിയുടെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടുള്ള രാഷ്ട്രീയ സാമർത്ഥ്യം. ആ സാമർത്ഥ്യത്തിന്റെ ഒരു ഭാഗമായിട്ട് ഗണേഷ് കുമാറിനെ കൊണ്ടുവന്ന് നമുക്ക് കാണാം. കടന്നപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. മലബാറിൽ അദ്ദേഹത്തിന് വേറെ ഒരു മന്ത്രിസ്ഥാനം ഒക്കെ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും ദോഷം ചെയ്യാത്ത, പിണറായി വിജയനൊക്കെ വളരെ സ്നേഹമുള്ള ഒരാളെ കുറിച്ചും ഒരിക്കലും വിവാദ പ്രസ്താവനകൾ നടത്താത്ത, വളരെ എന്താ പറയാ ഒരു ഉപദ്രവകാരി അല്ലാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാനായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുക. ഞാൻ സമയപരിമിതി മൂലമാണ് ശ്രീ ഹാഫിസ് ഇവിടെ ഉയരുന്ന ഒരേ ഒരു സംശയം, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു അംഗമാണുള്ളത് എങ്കിൽ പോലും അവർക്ക് മന്ത്രിസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് എല്ലാവർക്കും ബാധകമാകുന്നില്ല? കോവൂരിനെ പോലെയുള്ള നേതാക്കളെ പുറത്തിരുത്തുകയും ചെയ്യുന്നു, നേരത്തെ മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടുള്ള ആളുകൾക്കത് ആവർത്തിച്ച് നൽകുകയും ചെയ്യുന്നു എന്ന സംശയം കൂടിയുണ്ടല്ലോ. കോവൂർ കുഞ്ഞുമോൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏഷ്യയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയല്ല. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിർണായകമായ വേളയിൽ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്ത നിലപാടിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അടിയുറച്ച് തനിക്കൊപ്പം നിന്ന ഇടതുപക്ഷ പ്രവർത്തകർക്കൊപ്പം നിന്ന കരുത്തനായ ഒരു ഇടത് വക്താവാണ്. പക്ഷേ അദ്ദേഹം സ്വതന്ത്ര ലേബൽ സാങ്കേതികമായി താങ്കൾ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് നമ്മൾ പ്രാതിനിധ്യം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് PV അൻവർ MLA അദ്ദേഹം സ്വതന്ത്രനായി ജയിച്ചു വന്നയാളാണ്. അദ്ദേഹത്തിന്റെ പേരിലേക്ക് അദ്ദേഹത്തോട് ഇടതുപക്ഷ ജനാധിപത്യ ഒരു മുതിർന്ന നേതാവിനോട് പറഞ്ഞാണ്, അദ്ദേഹത്തോട് മന്ത്രിസഭയിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഞാൻ മന്ത്രിയാകാൻ ഇല്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ എല്ലാവരും മന്ത്രിക്കുപ്പായം വേണമെന്ന് കരുതിയിരിക്കുന്ന MLA മാരല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ സ്വതന്ത്ര MLA ആണ് ശ്രീ കോവൂർ കുഞ്ഞുമോൻ. പിന്നെ മാന്യമായൊരു ചോദ്യമാണ്, സംശയമാണ്, എന്തുകൊണ്ടാണ് LJD നിന്ന് RJDയിലേക്ക് പരിവർത്തനം നടത്തിയിരിക്കുന്ന അദ്ദേഹത്തെ പ്രതിനിധി മോഹൻ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതുള്ള ചോദ്യം. ഗവൺമെൻറ്റിൻ്റെ പുനഃസംഘടന പൂർണ്ണമായും അല്ലെങ്കിൽ കാലാവധി വെച്ചുള്ള മാറ്റങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞു എന്നുള്ള തെറ്റിദ്ധാരണകളൊന്നും ആർക്കും വേണ്ട. എല്ലാ മുന്നണികളെയും ഈ മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും പരിഗണിച്ചുകൊണ്ടാണ് ആർക്കും ഒരു പരാതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് തന്നെയായിരിക്കും സഖാവ് പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് നിങ്ങൾ മുഖം മിനുക്കലെന്ന് പറയരുത്. അങ്ങനെ മുഖം മിനുക്കുന്നതും പ്രതിച്ഛായ നന്നാക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ മന്ത്രിമാരെ മാറ്റാനും വകുപ്പുകളെടുത്ത് മാറ്റാനും കരുണാകരന്റെ ഗവൺമെന്റ് AK ആന്റണിയുടെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയെ തന്നെ മാറ്റിക്കൊണ്ടാണ് ആന്റണിയും കരുണാകരനും ഒക്കെ പല ഘട്ടങ്ങളിലും
പ്രതിച്ഛായ മുഖം വരയ്ക്ക് നടത്തി ആ ഗതികേടോ തടസ്സപ്പെടുത്താതെ പ്ലീസ്. അങ്ങനെയുണ്ടെങ്കിൽ ക്ഷണിക്കരുത്, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു അസഹിഷ്ണുത കാണിക്കാതെ. അപ്പോൾ നിങ്ങൾ ഈ കോൺഗ്രസിന്റെ ഗവൺമെന്റ് കാലത്ത് മുഖ്യമന്ത്രിമാരെ 2 തവണ മാറ്റിയിട്ടുണ്ട്. ആന്റണി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണ്ട് ഗതികേട് വന്നിട്ടുണ്ട്. ആ ഒരു ഗതികേട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. കോവൂർ കുഞ്ഞുമോൻ സഖാവിന്റെ കാര്യത്തിൽ ഉണ്ടായ സംശയം പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിക്കും പൊടിപാറയ്ക്കും വസന്ത് തെങ്ങമ്പള്ളിക്കും പ്രിയപ്പെട്ട പൊടിപാറയ്ക്കും മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുത്തിത്തിരിപ്പം കൊണ്ട് വിയോജിപ്പുകൾ ഇടതുമുന്നണിയിൽ നിന്ന് ഉയരാത്തിടത്തോളം അത്തരം വിഷയങ്ങൾ നമുക്ക് വ്യാപകമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ തീർച്ചയായും താങ്കളോട് ആ അർത്ഥത്തിൽ യോജിക്കുന്നു. എന്തായാലും താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ സർക്കാരിൻ്റെ കാലാവധി ഇനിയും അവസാനിക്കാനുണ്ട്. പകുതി മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും അതൃപ്തരായി രംഗത്ത് വരുമോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം മറ്റു വകുപ്പുകളിൽ അവകാശവാദം ഉന്നയിക്കുമോ, വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമോ എന്നതെല്ലാം കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.